ഇരട്ടച്ചങ്കരെന്ന ആരാധകർ വിളിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഇരട്ടി പ്രഹരങ്ങളുടെ കാലമാണ്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച പിണറായി സർക്കാരിന് ഇപ്പോൾ എല്ലാം മാറ്റിവെക്കേണ്ട അവസ്ഥയാണ്. പറഞ്ഞു വരുന്നത് ശബരിമല വിമാനത്താവള സ്വപ്ന പദ്ധതിയെ കുറിച്ചാണ്. സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് ഒന്നാന്തരം ഒരു പ്രഹരമാണ്. നിയമം നോക്കാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും ഭൂമി പിടിച്ചെടുക്കാൻ ഇറങ്ങിയാൽ കോടതി ഇടപെടുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. നിയമം നോക്കില്ല, നടപടിക്രമം പാലിക്കില്ല, പക്ഷേ വിമാനം പറത്താൻ മാത്രം ഭയങ്കര ധൃതി. ഇതാണ് അവസ്ഥ. വിമാനത്താവളം വേണമെന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ അത് നടപ്പിലാക്കാൻ പിണറായി സർക്കാർ കാണിക്കുന്ന അമിത ബുദ്ധി നിയമത്തിനു മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കോടതി വിധി വായിക്കുമ്പോൾ ഏതൊരു മലയാളിക്കും തോന്നും ഈ നാട്ടിൽ നിയമം പഠിച്ചവരാരും ഈ സർക്കാരിൽ ഇല്ലേ എന്ന്. ഒരു പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി മാത്രമേ ഏറ്റെടുക്കാവൂമെന്ന് 2013 കേന്ദ്ര നിയമം ഈ സർക്കാർ അങ്ങ് സൗകര്യപൂർവ്വം കാറ്റിൽ പറത്തി. എത്ര അളവ് ഭൂമി വേണമെന്ന് കൃത്യമായി വിലയിരുത്താൻ പോലും അധികാരികൾക്ക് കഴിഞ്ഞില്ല. 2570 ഏക്കർ അങ്ങ് ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അതിന് പിന്നിലെ യുക്തി എന്താണെന്ന് കോടതി ചോദിച്ചു. സർക്കാരിന്റെ ഈ നടപടി അനാസ്ഥയാണെന്നും നിയമവിരുദ്ധമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. നിയമം ലംഘിച്ച് മുന്നോട്ടു പോയാൽ അത് കോടതിയുടെ വാതിലിലെത്തുമ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് സർക്കാർ എപ്പോഴാണ് പഠിക്കുക? ഇനി ഇതിലെ ഏറ്റവും വലിയ തമാശ നോക്കൂ. വിമാനത്താവളം പണിയാൻ വേണ്ടി സർക്കാർ ഒരു സാമൂഹ്യ ആഘാത പഠനം നടത്തി. അതിന് വെച്ച വിദഗ്ധ സമിതിയിൽ ഒരു സാങ്കേതിക വിദഗ്ധൻ പോലുമില്ല. എന്തൊരു വിരോധാഭാസമാണിത്! കടലാസ് വിമാനം പറത്താൻ പഠിക്കുന്ന കുട്ടികളെയാണോ പിണറായി വിജയൻ പഠനത്തിനായി അങ്ങോട്ട് വിട്ടത്? നിയമത്തിലെ സെഷൻ 4, 7, 8 ഒക്കെ പണ്ട് സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ടാണോ അതോ സർക്കാരിനെ ഉപദേശിക്കുന്നവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണോ എന്ന് കോടതി പോലും ചിന്തിച്ചു കാണും. എല്ലാം സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റിയുണ്ടാക്കുന്ന ഇത്തരം റിപ്പോർട്ടുകൾ കോടതിയുടെ ചവിറ്റുകൊട്ടയിൽ പോകുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം. പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയ കുട്ടിയുടെ അവസ്ഥയിലാണ് ഇന്ന് കേരള സർക്കാർ. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നേരത്തെ തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഭൂമി സർക്കാരിന്റേതാണെന്ന് ഒരു വശത്ത് വാദിക്കുമ്പോൾ തന്നെ മറുവശത്ത് അതേ ഭൂമി പണം കൊടുത്തു വാങ്ങാൻ വിജ്ഞാപനം ഇറക്കുന്ന ഇരട്ടത്താപ്പാണ് പിണറായി സർക്കാർ കാണിച്ചത്. നിലവിലെ കൈവശക്കാരായ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അനുമതി വാങ്ങാതെ എസ്റ്റേറ്റിൽ കയറി അളക്കാനുള്ള സർക്കാരിന്റെ നീക്കം പാളി. എസ്റ്റേറ്റിന് പുറത്തുള്ള ഭൂമി അളന്ന് തീർത്തെങ്കിലും ഉള്ളിൽ കടക്കാൻ പോലീസ് കാവൽ വേണമെന്ന അവസ്ഥയിലായിരുന്നു റവന്യൂ സംഘം. എന്നാൽ കോടതി വിധി വന്നതോടെ ആ പോലീസ് കാവലിലെ അളക്കൽ നീക്കവും ഇപ്പോൾ വെള്ളത്തിലായിരിക്കുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഉദ്യോഗസ്ഥർ കാട്ടിയ തത്രപ്പാടുകൾ ഇപ്പോൾ വെറുതെയായി. മണിമല വില്ലേജിലെ സ്വകാര്യ ഭൂമികളിൽ കയറി മരങ്ങളുടെയും കെട്ടിടങ്ങളുടെയും മൂല്യം തിട്ടപ്പെടുത്തിയ വനം വകുപ്പിന്റെയും കൃഷി വകുപ്പിന്റെയും PWDയും അധ്വാനം ഇനി വേസ്റ്റ് പേപ്പർ കൊട്ടയിലേക്കിടാം. കാരണം പ്രക്രിയ ആദ്യം മുതൽ തുടങ്ങാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തിയ ഈ സർവേകളും പഠനങ്ങളും സർക്കാരിന്റെ അനാസ്ഥ കാരണം പാഴായി പോയിരിക്കുന്നു. വിമാനത്താവളം വരണമെന്ന് ആഗ്രഹിക്കുന്ന പത്തനംതിട്ടയിലെ ജനങ്ങളെ വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ്. മുൻവാതിൽ വഴി നടക്കാത്തത് പിൻവാതിൽ വഴി നടപ്പിലാക്കാൻ നോക്കിയ പിണറായി സർക്കാരിന് നിയമവ്യവസ്ഥ നൽകിയ കനത്ത തിരിച്ചടി തന്നെയാണിത്. നിയമം അനുസരിച്ച വിദഗ്ധരെ ഉൾപ്പെടുത്തി കൃത്യമായ പഠനങ്ങളോടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ പദ്ധതി ഇന്ന് മറ്റൊരു ഘട്ടത്തിൽ എത്തിയേനെ. ഇനി എല്ലാം ഒന്നീന്ന് തുടങ്ങണം. പത്തനംതിട്ടയുടെ വികസനം വീണ്ടും ചോദ്യചിഹ്നമാവുകയാണ്. ഈ വലിയ വീഴ്ചയ്ക്ക് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പുമാണ്. ഇപ്പോൾ എന്തുണ്ടായി? മാസങ്ങളോളം ഉദ്യോഗസ്ഥർ അവിടെ കാട് കയറി മരവും കെട്ടിടവും എണ്ണിയതിന്റെയും വനം വകുപ്പും കൃഷി വകുപ്പും നടത്തിയ സർവേകളുടെയും ചിലവ് ആര് കൊടുക്കും? ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത പബ്ലിസിറ്റിക്ക് വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടുക, അവസാനം കോടതിയിൽ പോയി അടി വാങ്ങുക. ഇതിപ്പോൾ സർക്കാരിന്റെ ഒരു സ്ഥിരം വിനോദമായി മാറിയിട്ടുണ്ട്. പ്രക്രിയ ആദ്യം മുതൽ തുടങ്ങാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും കാലം പിണറായിയും സംഘവും കാണിച്ച ആവേശം വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇനി അടുത്ത റിപ്പോർട്ട് വരാനും അടുത്ത കമ്മിറ്റി കൂടാനും കാലങ്ങൾ എടുക്കും. ചുരുക്കത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് അടുത്ത കാലത്തൊന്നും വിമാനത്തിൽ വരാൻ കഴിയില്ലെന്ന് സർക്കാർ ഉറപ്പിച്ചു. പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ കേരയിൽ അഥവാ സിൽവർ ലൈൻ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, പാതി വഴിയിൽ പഞ്ചറായ ടയറും പിടിച്ചു നിൽക്കുന്ന ഒരു റൺവേ പോലെയാണ് അത്. സിൽവർ ലൈൻ എന്ന സുന്ദരമായ പേരിട്ട് കേരളത്തെ കടക്കിണിയിലേക്ക് വലിച്ചെറിയാൻ നോക്കിയ ഒരു പദ്ധതിയായിരുന്നു കേരയിൽ. പോലീസിനെ ഉപയോഗിച്ച് പാവപ്പെട്ടവന്റെ അടുക്കളയിൽ വരെ കുറ്റിയടിച്ചതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന വികസനം.
നാട്ടുകാരുടെ നെഞ്ചത്ത് ചവിട്ടി കേരയിൽ ഓടിക്കുമെന്ന വീരവാദം മുഴക്കിയവർ ഇപ്പോൾ ആ കുറ്റികൾ എവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്ന് ആർക്കും അറിയില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ആ കല്ലുകൾ ഇപ്പോൾ പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. 64,000 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇത് 1.5 ലക്ഷം കോടി കടക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ ട്രഷറി പൂട്ടേണ്ടി വരുന്ന സർക്കാർ ഇത്രയും വലിയൊരു ആകാശകോട്ട കെട്ടാൻ ഇറങ്ങിത്തിരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? കമ്മീഷൻ അടിക്കാനുള്ള വെപ്രാളമായിരുന്നു ആ കുറ്റിനാടകത്തിന് പിന്നിലെന്ന് നാം ഇന്നും ചോദിക്കുന്നു. കേരളിന്റെ അതേ പാറ്റേൺ ആണ് ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിലും പിണറായി സർക്കാരിന് സംഭവിച്ചത്. നിയമം നോക്കിയില്ല, വിദഗ്ധരെ വെക്കില്ല, നടപടിക്രമങ്ങൾ പാലിക്കില്ല, പക്ഷേ ഭൂമി അങ്ങ് ഏറ്റെടുക്കും. ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ കാണിച്ച ഈ എടുത്തുചാട്ടത്തിന് ഹൈക്കോടതി നൽകിയ പ്രഹരം കേരളിന് കിട്ടിയതിനേക്കാൾ വലുതാണ്. വിദഗ്ധ സമിതിയിൽ ഒരു സാങ്കേതിക വിദഗ്ധൻ പോലുമില്ലെന്ന് കോടതി കണ്ടെത്തിയതിന് സർക്കാരിന്റെ പമ്പര വിഡിത്തമാണ് വെളിപ്പെടുത്തുന്നത്. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയ പിണറായി സർക്കാരിന് കിട്ടിയ ഈ തിരിച്ചടി അർഹിച്ചത് തന്നെയാണ്. വിമാനം പറത്താൻ റൺവേ വേണം, ട്രെയിൻ ഓടിക്കാൻ പാളം വേണം. എന്നാൽ പിണറായി സർക്കാരിന് ഇത് രണ്ടും വേണ്ട. അവർക്ക് PR ഏജൻസികൾ തയ്യാറാക്കുന്ന പോസ്റ്ററുകൾ മാത്രം മതി. ആകാശത്ത് കോട്ട കെട്ടുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുന്ന ഈ സർക്കാർ കേരളത്തെ കടക്കിണിയിലാക്കി മുടിക്കുകയാണ്. കേരളയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വപ്നത്തിൽ മാത്രമാണ് ഓടുന്നത്. ശബരിമല വിമാനത്താവളവും അതേ ട്രാക്കിലേക്ക് നീങ്ങുകയാണ്. ഇനിയെങ്കിലും ഇത്തരം കുറ്റിയടി വികസനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറി നിയമമനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ ഇനിയും ജനങ്ങളിൽ നിന്നും കോടതികളിൽ നിന്നും ഇത്തരം പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് കേരളമാണ്, ഇവിടെ നിയമവാഴ്ചയുണ്ട്. കടക്കുപുറത്ത് എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ചിലരെ പോലെയല്ല നമ്മുടെ കോടതികൾ. അവിടെ നിയമം കൃത്യമായി നടപ്പിലാക്കും. വികസനം വേണം, വിമാനത്താവളം വരണം, പക്ഷെ അത് നാട്ടുകാരുടെയും കോടതിയെയും കബളിപ്പിച്ചു കൊണ്ടാവരുത്. ഇനിയെങ്കിലും ഇത്തരം എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കി മാന്യമായി പദ്ധതികൾ നടപ്പിലാക്കാൻ സർക്കാർ പഠിക്കണം. അല്ലെങ്കിൽ ഇനിയും ഇത്തരം തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.